കോട്ടയം പള്ളിക്കത്തോട് ഇപ്പോൾ നല്ലൊരു മഴ പെയ്തു. അപ്പോൾ ഇവിടെ പിന്നെ വാതിലൊന്നും വെച്ചില്ല, അതുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളം വരും. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ടൈൽസ് വർക്ക് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കുറച്ച് ചപ്പുകളും ചവരൊക്കെ മുകളിലുണ്ടാവില്ലേ. ഇപ്പോൾ ഇതൊന്നും കച്ചറയിട്ട് വലിയ പ്രശ്നം പറ്റിയിട്ടില്ല. ഇത് എല്ലാ വീടിനും സംഭവിക്കുന്നതാണ്. അതായത് ഇപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ നിങ്ങളുടെ ഫുള്ള് സ്ലോപ്പാണ്. നമ്മൾ പൈപ്പ് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഈ ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ ഇത് മൊത്തം സ്ലോപ്പാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം ഇവിടെ ഇപ്പോൾ ഡ്രൈ ആയിട്ടാണ് കിടക്കണത് അല്ലേ. അതായത് നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു ഒറ്റ പൈപ്പ് പോലും ഫ്രണ്ടിലേക്ക് വെച്ചിട്ടില്ല. കാരണം വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വെള്ളം ചാടാതെ തിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തെ സൈഡ് നോക്കിയാൽ അപ്പുറത്തെ സൈഡ് നിങ്ങൾക്കറിയാം ഡ്രൈ ആയിട്ടായിരിക്കുന്നത്, ഇവിടെയൊക്കെ ഡ്രൈ ആണ്. അപ്പോൾ നമ്മൾ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത് എവിടേക്കാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബാക്ക് സൈഡിലേക്കാണ്, ഫുള്ള് പൈപ്പും വെച്ചിരിക്കുന്നതും ബാക്ക് സൈഡിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇതുണ്ടോ, അപ്പോൾ ഒരു മഴ പെയ്തപ്പോഴേക്ക് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാണ്ടായ കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയും വലിയ കച്ചറകളൊന്നുമല്ല. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചട്ടുണ്ട്, പേപ്പറുണ്ട്, ഇതൊന്നുമല്ല വിഷയമായിരിക്കുന്നത്. ഇതാ ഈ മരത്തിൻ്റെ ഇലകളാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ. ഈ പൈപ്പിലൂടെ ഒരു തുള്ളി വെള്ളം പോകണില്ലല്ലോ. അപ്പോൾ ഇനി ഞാനിത് എടുക്കുമ്പോൾ നോക്കിക്കോളൂ. അവിടുത്തെ ഫോഴ്സ് വേണ്ടോ, ഇതാ ഇങ്ങനെ വെള്ളം പോകും. ഇതാ ഈ എല്ലാ പൈപ്പും അടങ്ങി കിടക്കുക. എത്ര വെള്ളം, അതായത് പൈപ്പിനേക്കാൾ ഇതിലാണ് വെള്ളം നിൽക്കുന്നത്. കണ്ട, നമ്മളിപ്പോൾ ഒരു വട്ടം എടുത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇനി അടുത്ത ഒഴുകി വരുന്നതിൽ അത് വീണ്ടും അടയ്ക്കും. അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ ടെറസ് വെള്ളം ലീക്കായി വെള്ളം വന്നിട്ട് ടെറസ് കേടരാനുള്ള മെയിൻ ഒരു കാരണം ഇതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ അമ്മടുത്ത് മാറ്റിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് വീണ്ടും ഇവിടെ വന്ന് നിറഞ്ഞു ചമ്മല. അപ്പോൾ നമ്മൾ വീടുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഇതേ നോക്കി നോക്കുക, ഇവിടെ ഇത്ര വെള്ളം നിൽക്കണത്. മഴ ഇപ്പോൾ പോയി, ഇപ്പോൾ മഴ ഇല്ല. കണ്ടോ, ഇതിൻ്റെ മുകളിൽ നിന്ന് അതിലേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് കണ്ടോ. അപ്പോൾ നമ്മളിതൊരു മഴ കഴിഞ്ഞിട്ട് നമ്മൾ കയറി ചെക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവാൻ പോണത്, ഈ വെള്ളം വെയിൽ തട്ടി ഉണങ്ങുന്ന വരെ ഈ വെള്ളം ഇവിടെ നിൽക്കില്ലേ. അങ്ങനെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ, ഒരുപാട് കാലം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മെയിൻ സ്ലാബിന് കേട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ വീടിൻ്റെ മുകളിൽ ഒരു മഴ പെയ്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഈസി ഓപ്പൺ ടെറസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കയറി വൃത്തിയാക്കണത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കാറ്റിന് വന്ന് വീഴുന്ന കരിയിലൊക്കെ നിന്നിട്ട് പൈപ്പ് ബ്ലോക്ക് അപ്പോൾ കണ്ടോ. അപ്പോൾ അത് വീണ്ടും ഈ വീഡിയോയിൽ 3ാമത്തെ പ്രാവശ്യമാണ് മാറ്റണത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കഴിയോളം മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇതിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റ് ആവുകൊണ്ടാണ് ഇത്ര കച്ചറ. നോർമലായിട്ട് ഉള്ള ആൾക്കാർ അവനാൻ്റെ വീടിൻ്റെ മുകളിൽ മഴക്കാലം വരുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ മഴ പെയ്താലൊക്കെ ഒന്ന് കയറി മിറ്റടിച്ച് പോരുന്ന പോലെ തന്നെ റൂഫ് ഒന്ന് അടിച്ചു പോരുക നന്നായിരിക്കും. കുറച്ചും കൂടി ലൈഫ് വീടിന് കിട്ടും.